ഇത്രയും കൊല്ലത്തെ പ്രാർത്ഥനയുടെയും മറ്റുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അനുഭവം നമുക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയണു. ദൈവത്തിൻ്റെ ആ സ്നേഹം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ അടുത്തൊരു കുറവും ഒന്നുമല്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് എല്ലാം സന്തോഷത്തോടു കൂടി പോകുന്നു. അവന് കൃത്യസമയത്ത് പ്രാർത്ഥനയും എല്ലാം ചെയ്തു തരുന്നു. പിന്നീട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞത്, അപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റില്ല, ഇങ്ങനെ ഹാൻഡിക്യാപ്പിനെ കൊടുക്കില്ല അച്ഛനാവാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ആ സൈലൻ്റായി. അതിന് ശേഷമാണ് പിന്നെ ബ്ലൈൻഡ് അച്ഛനായത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവനെ പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ, അങ്ങനെ പിന്നെ അച്ഛന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 1 മാസം പ്രാർത്ഥിക്കുക, അതിന് ശേഷം എല്ലാ കാര്യങ്ങളും നടത്തി. അതെ അതെ അതെ. മക്കളെ ഇങ്ങനെ കുറവോടുകൂടി ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് ഒരു അനുഗ്രഹമായി മാറി. അപ്പം അന്നത്തെ ആ സാഹചര്യത്തിൽ 2 മക്കളും ഇങ്ങനെ സംസാരിക്കില്ല എന്ന് മനസ്സിലായപ്പം മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു വിഷമം എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ മനസ്സുകൊണ്ട് ആദ്യത്തെ കൊച്ചായപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു നെക്സ്റ്റ് മേ ബി ഹാൻഡിക്യാപ്പ് ഡെഫ് ആവും. പക്ഷെ അപ്പോൾ നമ്മളത് ആദ്യം ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ദൈവം തന്നെ ശക്തി ആദ്യത്തെ ഒരു വിഷമം നമ്മൾ വിട്ടു. പിന്നെ അവർക്ക് എങ്ങനെ വളരാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കാം. അതുപോലെ പിന്നെ ദൈവം കൂടി ഉണ്ട്. അത് കാരണം നമുക്ക് എല്ലാം ചെയ്യാനുള്ള ശക്തിയും പ്രവർത്തിക്കാനും എല്ലാം പറ്റി. ആദ്യത്തെ മകനിങ്ങനെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു രണ്ടാമത്തെ മകനും അല്ലെ രണ്ടാമതുണ്ടാകാൻ പോകുന്ന കുട്ടിക്കും ഇതേ കുറവുകളുണ്ടാവാം എന്ന് പറഞ്ഞപ്പോൾ ഇനി കുട്ടികൾ വേണ്ട എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മുടെ റിലേറ്റീവ് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഒരാളുണ്ടായി പക്ഷെ വേറൊരാളും അതുപോലെ ആവണമെന്നില്ല, നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ടെന്നും പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കൊച്ചായത് ഇവരെ എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തിൽ വളർത്തിക്കൊണ്ടുവരാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്നു? ഇല്ലില്ല, മൂത്ത ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നേ. രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ അച്ഛനായ ഇത്തിരി കുറുമ്പുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ വലുതാവും തോറും അവൻ സൈലൻ്റായി പോയി. ഈ ഒരു സഭയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു? ഈ സഭയിലേക്ക് ആദ്യം അത് കഴിഞ്ഞ് അവന് പഠിക്കണമെന്ന് ആദ്യം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പോഴാണ് US പോയപ്പോൾ അവിടെ തിയോളജിയും എല്ലാം സൈൻ ലാംഗ്വേജിൽ പഠിപ്പിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ മോനും അവിടെ പോയി ഈ ഡൊമിനിക്കൻ മിഷണറി അതിൽ പോയി തിയോളജിയും ഫിലോസഫിയും പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഈ ഹോളി ക്രോസിൽ അച്ഛൻ സൈൻ ലാംഗ്വേജ് പഠിച്ചത് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ 1 കൊല്ലം കോട്ടയം ഐമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് പിന്നെ അവർ പൂനെക്ക് പോയി, പൂനെ സെമിനാരി. പിന്നെ ഏർക്കാടിൽ ഫസ്റ്റ് വൗസ് എടുത്തു. പിന്നെ ഡീക്കണും ഫൈനൽ വൗസും പൂനെയിലും എടുത്തു. ഇതുപോലൊരു നിമിഷം ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, സ്വപ്നത്തിലും കൂടി ഉണ്ടായില്ല. സന്തോഷമുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ആയതിൽ നമുക്ക് സന്തോഷം. ഒരിക്കലും നിരാശപ്പെടുത്തില്ല ദൈവം. കുറച്ച് സാധനങ്ങൾ ഉണ്ടായാലും അവസാനം നമുക്ക് മഹത്വം കാണും. ഇന്ന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാനും ഗുഡ്നെസ് ചാനൽ ഇന്നിവിടെ വന്നു. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രൊക്ലമേഷനാണ്. തീർച്ചയായിട്ടും നന്ദിയാണ്, സന്തോഷമാണ്. എല്ലാവരും കോർത്തിണക്കിയതിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഏഷ്യയിൽ, ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു വൈദിക പട്ടമായിട്ട് മാറുകയാണ്. ഒത്തിരി ജനങ്ങൾ, ഒത്തിരി ബദരായ ജനങ്ങൾ ഒരുമിക്കും. ഇതിലൂടെ ധാരാളം പേർ മുന്നോട്ട് വരും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വൈദിക ശുശ്രൂഷ പട്ടത്തിലൂടെ നമ്മൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഫാദർ ബിജു ഇവിടെയുണ്ട്, ഫാദർ പ്രിയേഷുണ്ട്, ഫാദർ ജെനിസ്റ്ററുണ്ട്, സിസ്റ്റേഴ്സുമാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇതിനൊരു നല്ലൊരു ഭാവിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.